ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സേന 3 ഭീകരരെ വധിച്ചു. ഓപ്പറേഷൻ ട്രാഷി 1-ലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചത്. ആർമി, ജമ്മുകശ്മീർ പോലീസ്, CRPF ടീമുകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് സേന 3 ഭീകരരെ വധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സേന 2 ഭീകരരെ വധിച്ചതായുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ 3 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഓപ്പറേഷൻ ട്രാഷി 1-ലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചത്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഇന്നലെ തന്നെ 2 ഭീകരരെ വധിച്ചതായുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് തെരച്ചിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ 3 ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അനുശ്രീ, ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇത്തരമൊരു നീക്കം നിർണായകമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ഓപ്പറേഷൻ എത്തിയിരിക്കുന്നത്. 3 ഭീകരരെ ഇന്നലെ തന്നെ വധിച്ചിരിക്കുന്നു സുരക്ഷാ സേന. ഇവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ്. കാരണം മാസങ്ങളായി ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ മേഖലയിൽ സുരക്ഷാ സേന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതൊരു സംയുക്ത ഓപ്പറേഷനാണ് ഇത്തരമൊരു 3 ഭീകരരെ തുരത്താൻ സഹായിച്ചതെന്നാണ് ഇപ്പോൾ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ആർമിയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ രാഷ്ട്രീയ റൈഫിൾസ് ജവാന്മാർ ഉണ്ടായിരുന്നു, ജമ്മു കശ്മീർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ജമ്മു കശ്മീർ പോലീസും CRPFും ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഇവർ ഏതാണ്ട് ഒരു മണ്ണുകൊണ്ടുള്ള നിർമ്മിതിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു മലഞ്ചെരിവിൽ മണ്ണുകൊണ്ടുള്ള ഒരു നിർമ്മിതിയിൽ ഒളിച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഈ ഭീകരരുണ്ടായിരുന്നത്. അത് വളഞ്ഞ ശേഷം ഇവരെ തുരത്തുക ആയിരുന്നു എന്നാണ് ഇപ്പോൾ സൈന്യം വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സുരക്ഷാ സേനയെ സംബന്ധിച്ചുള്ള നിർണായക നേട്ടം എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം 3 പേരും ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ്. അതിൽ തന്നെ ഒരാൾ സൈഫുള്ള എന്ന് പറയുന്ന ആളുകൂടി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളെ കുറച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 10 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു എന്നുകൂടി ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുകയാണ്. കാരണം പല ഓപ്പറേഷനുകളുടെയും ഭാഗമായിരുന്നു ഈ സൈഫുള്ള. അപ്പോൾ സൈഫുള്ളയെ തുരത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായി ഏതായാലും സുരക്ഷാ സേന അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സൈഫുള്ളയെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ സുരക്ഷാ സേന പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഏതാണ്ട് ജമ്മു കാശ്മീരിൽ നടന്ന 6 ഏറ്റുമുട്ടലുകളിൽ അല്ലെങ്കിൽ 6 ആക്രമണങ്ങളിൽ സൈഫുള്ളയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ സൈഫുള്ളയെ പിടികൂടാൻ കഴിഞ്ഞത് ഒരു നിർണായക നേട്ടമായി ഏതായാലും സുരക്ഷാ സേന അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 3 പേർ മാത്രമല്ല ഈ പ്രദേശത്ത് തമ്പടിച്ചു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേനയുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ സേന ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേരെ തുരത്തിയെങ്കിൽ പോലും കൂടുതൽ സേനയെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശം വളഞ്ഞുകൊണ്ടുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ ഇത് മറ്റിടങ്ങളിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് കൂടി സൈന്യം എത്തിയിട്ടുണ്ടോ? അത്തരം നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അത്തരം ഒരു നിഗമനം ഏതായാലും സൈന്യത്തിനുണ്ട്. കാരണം 3 പേർ മാത്രമായിരിക്കില്ല ഈ സംഘത്തിൽ ഉണ്ടാവുക. മാത്രവുമല്ല ഈ പ്രദേശത്ത് അതിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ തന്നെ ആ ആനുകൂല്യമൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അതിർത്തി മറികടന്ന് പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രണരേഖ മറികടന്ന് എത്തിയിട്ടുണ്ടാകാം എന്നാണ് കണക്കൂട്ടുന്നത്. കാരണം സാധാരണഗതിയിൽ നുഴഞ്ഞുകയറ്റമൊക്കെ തന്നെ നടക്കുന്നത് ഇത്തരത്തിൽ മഞ്ഞ് വീഴുന്ന കാലത്താണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇത് മഞ്ഞുകാലം അവസാനിച്ചു വരുന്നേ ഉള്ളൂ. സ്വാഭാവികമായും ഡിസംബർ ജനുവരി മാസത്തോടു കൂടി ഒരുപക്ഷെ കൂടുതൽ പേർ അതിർത്തി മറികടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേനയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 3-ൽ അവസാനിക്കില്ല എന്നൊരു നിഗമനത്തിൽ സുരക്ഷാ സേനയ്ക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ സേനയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CRPFിന്റെ സാന്നിധ്യമുണ്ട്, ജമ്മു കശ്മീർ പോലീസുണ്ട്. അങ്ങനെ കൂടുതൽ സേനയെ വിപുലമായി കൊണ്ട് തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടക്കുകയാണ്. ഏതായാലും ഭീകരർ ഇതിന്റെ ആനുകൂല്യം മുതലെടുക്കുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടം. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ടാണ് ഈ മേഖലയിലൊക്കെ തന്നെ തമ്പടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സേനയെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ സൈന്യം സുരക്ഷാ സേന എത്തിക്കുകയും ചെയ്യുന്നത്. അനുശ്രീ, ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ.